പഠിക്കാൻ വന്നത് കമ്പനിയുടെ ഷെയർ എന്താണ് ലോങ് ടേമിൽ വരാൻ കാരണം ആൻഡ് എങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം ഈ കമ്പനി ഭാവിയിൽ വളരും, നമ്മുടെ ഷെയറിൻ്റെ വാല്യൂ കൂടും എന്നൊക്കെ നമുക്ക് അതാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. എത്ര റിട്ടേൺ കിട്ടി, പിന്നെ കമ്പനിയുടെ വാല്യൂ എത്ര കൂടി എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ലോങ് ടേം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഇങ്ങനത്തെ കമ്പനിയുടെ ഫ്യൂച്ചേഴ്സ് കാര്യങ്ങൾ ഗ്രോ ചെയ്യുമെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ലോങ് ടേമിലേക്ക് ഒരു കമ്പനി ഷെയർ വാങ്ങി നമുക്ക് ഹോൾഡ് ചെയ്ത് അതിൽ റിട്ടേൺ കിട്ടുന്നത്. അതാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. അതിലെന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അത് നമ്മളിനി വരുന്ന വീഡിയോയിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലോങ് ടേം വീഡിയോ പറയാനുള്ളത്. ഓക്കെ, ബൈ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റിൻ്റെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളൊരു കമ്പനിയിൽ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, പിറ്റേ ദിവസം 110 രൂപയായി. ദാറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. ഇങ്ങനെയൊക്കെ ആലോചിച്ചാൽ നമ്മൾ നല്ല സുഖമായിരിക്കും, പക്ഷേ ഇത് റിയൽ ലൈഫിൽ അപ്ലൈക്കബിൾ അല്ല. അത് നമുക്ക് സ്വപ്നത്തിൽ മാത്രമേ സംഭവിക്കുള്ളൂ. ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നാളെ 10 രൂപ പ്രോഫിറ്റ്. നമുക്ക് ചിന്തിക്കാനേ കഴിയാത്ത ഒരു ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലോങ് ടേം എന്ന് പറഞ്ഞാൽ ലോങ് ടേമിലാണ് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു കമ്പനിയെ പേഷ്യൻ്റ്ലി പഠിച്ചു അതിനെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുള്ളൂ ലോങ് ടേമിൽ.